എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഫിറോസും സജ്ജനയും തമ്മിൽ വേർപിരിഞ്ഞു. അതിനുശേഷം ഫിറോസിനെ സമൂഹം വളഞ്ഞിട്ട് ആക്രമിക്കുകയും വലിച്ചു കീറുകയും ചെയ്യേണ്ടതിന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് സജ്ജന കുറേ വിഷയങ്ങൾ സൃഷ്ടിച്ചു. അതൊക്കെ നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. സജ്ജന പറഞ്ഞതാണ് സത്യം എന്ന് വിശ്വസിച്ച് ഫിറോസിനെ വലിയൊരു കൂട്ടം ആൾക്കാർ കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാനും ഒരു വീഡിയോ ചെയ്തതാണ് അതിനെക്കുറിച്ച്. അതിൽ ഫിറോസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതലും നമ്മൾ സംസാരിച്ചത്. സജ്ജന പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടിയുമായിട്ട് ഫിറോസ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അയാൾ വന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളും കഴിഞ്ഞു, ഫിറോസ് വന്നില്ല. ഫിറോസിന്റെ മൗനം ആ കുറ്റങ്ങളെല്ലാം അയാൾ സമ്മതിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നെയും ദിവസങ്ങൾ നിശബ്ദമായി മുൻപോട്ട് നീങ്ങി. ഇതിനിടയിൽ സജ്ജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ഒരു ഫോട്ടോ സജ്ജനയുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നു. മാത്രവുമല്ല, സജ്ജന ഗർഭിണിയാണ് എന്നുള്ള വാർത്തകൾ പലയിടങ്ങളിലായി പ്രചരിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഒന്നും പറയുവാൻ ഫിറോസ് വന്നില്ല. ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചത് മറ്റാരോ ആണ്, അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു സജ്ജന അന്നു പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയൊക്കെയാണ് സജ്ജന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. അതെല്ലാം സജ്ജന തന്നെയായിരുന്നു ചെയ്തത്. സജ്ജന പറയുന്നത് റസൂൽ പൂക്കുട്ടിയുമായി തനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. ഒരു ആർട്ടിസ്റ്റായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ വെച്ചുകൊണ്ട് അരിമേടിക്കുവാൻ ഒരു കൂട്ടം ഓൺലൈൻ മീഡിയകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സ്ത്രീ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സജ്ജന രംഗത്തെത്തി. തൻ്റെ ഇൻസ്റ്റഗ്രാം ആരോ ഹാക്ക് ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ പേരെ വിശ്വസിപ്പിക്കുവാൻ സജ്ജന ശ്രമിച്ചു. കുറച്ചുപേർ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഒരു പുരുഷൻ അയാൾ സഹിച്ച് അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഒടുവിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സംഭവിച്ചത് മുഴുവൻ ഡിജിറ്റൽ തെളിവുകളാക്കി സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ അയാൾ പരസ്യമായി പ്രചരിപ്പിച്ചു. ആ തെളിവുകൾ നിഷേധിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളായി വീഡിയോകളും വോയിസ് ക്ലിപ്പുകളും ഒക്കെയായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവായ ഫിറോസിനൊപ്പം ജീവിക്കുമ്പോൾ തന്നെ പരപുരുഷന്മാരുമായിട്ടുള്ള ജീവിതം സജ്ജനയ്ക്ക് ഒരു ഹരമായി മാറിയിരുന്നു എന്നാണ് ആ വോയിസ് ക്ലിപ്പുകളും വീഡിയോയും ഒക്കെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല, പുറത്തുവിട്ട തെളിവുകൾക്കിടയിൽ ഏകദേശം 8 or 9 പുരുഷന്മാരുടെ പേരുകൾ ഫിറോസ് പരാമർശിക്കുന്നുണ്ട്. അതിൽ പലതും ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നിഷേധിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ്. എന്നുവെച്ചാൽ സുന്ദരമായ മുഖത്തോടുകൂടി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ചക്രവർത്തമാനം പറഞ്ഞ് താൻ പതിവ്രതയും വിശുദ്ധയുമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്രയും കാലം അഴിഞ്ഞാടി നടന്ന സജ്ജന അല്പം കടുപ്പം കൂടി ഒരു പടക്കമായിരുന്നു എന്ന് ഫിറോസ് തന്നെ ഇപ്പോൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൊള്ളാവുന്ന പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങനെ വെള്ളമിറക്കി നടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. എന്നുവെച്ചാൽ കണ്ട കോഴിക്കോടുകളെല്ലാം തപ്പി നടക്കുന്ന ചില കുറുക്കന്മാർ. പക്ഷെ ഇവിടെ കഥ അങ്ങ് മാറി. എവിടെയെല്ലാം കുറുക്കന്മാരുടെ താവളമുണ്ടോ അതെല്ലാം അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്കുന്ന ഒരു കോഴിയായി സജ്ജന മാറിയിരിക്കുന്നു എന്ന് ഞാനല്ല, ഫിറോസാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അഭിമാനബോധമുള്ള മനുഷ്യർക്ക് ഇതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ സജ്ജനയെ സംബന്ധിച്ചിടത്തോളം തനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും അങ്ങനെ കണ്ട കുറുക്കന്മാരുടെ എല്ലാം താവളങ്ങൾ കയറിയിറങ്ങി ഒടുവിൽ എത്തിപ്പെട്ടത് ഒരു ഓസ്കാർ കുറുക്കന്റെ കൂട്ടിലാണ്. സാക്ഷാൽ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയെ അങ്ങോട്ട് കയറി പ്രണയിച്ചു. അയാളിൽ നിന്നും ഒരു കുട്ടി വേണം എന്ന നിർബന്ധത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2 പ്രാവശ്യം ഗർഭിണിയായി. 1 അബോർട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ 1 നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും സജ്ജന വന്നിരുന്നു കൊണ്ട് പറയുന്നത് അതിവിശുദ്ധമായ കഥകളാണ്. ഒന്ന് കേട്ടു നോക്കിക്കേ. ചിലപ്പം ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെയുള്ള കുറെ ആൾക്കാരെ, സ്ത്രീകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാ മേഖലയിലും ഞാൻ തന്നെ കണ്ടിട്ടൊരു അനുഭവം ഉണ്ട് കേട്ടോ. സീരിയസ്ലി, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പേരിൽ ഒരു പെണ്ണ് ഒരാളടുത്ത് പറയുന്നു, ഇത്ര രൂപയ്ക്ക് എന്നെ കിട്ടും, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തായി ഇത് പറയുന്നത്. അപ്പൊ എങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെ? ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയോ? ഏത് ആർട്ടിസ്റ്റ് ആണ്? ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇന്ന ആർട്ടിസ്റ്റിന് ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം. അപ്പൊ എനിക്കിതിങ്ങ് കയറി, കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു അമ്മയാണ്, നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പേര് ബാനർ യൂസ് ചെയ്തിട്ട് ചിലവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി, അറിയണമെന്നല്ല, അവർക്ക്
തക്കതായ പ്രശ്നങ്ങൾ, തക്കതായ വഴക്കുകളായാലും അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പി. ഞാൻ പറഞ്ഞു നീ പറ ഇത്ര രൂപയ്ക്ക് തരാം. അപ്പോൾ ഉടനെ അവർക്ക് തിരിച്ച് മെസ്സേജ് വരുന്നു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇട്ട് തരാം, അവരുടെ ഫോട്ടോ. ഈ മാർക്കറ്റിംഗ് നോക്കിക്കോണം, ഇത് നടന്ന കാര്യം. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞപ്പം ആ ഫോട്ടോ ഇട്ടപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതായത് ഷൂട്ട് നടക്കുന്ന ഫോട്ടോയിൽ ഒരു 4-5 പേര് നിൽക്കുക, അതിനകത്ത് ഒരു 3-4 പെണ്ണുങ്ങളുണ്ട്. ഈ ഫോട്ടോയിൽ ആരാണെന്ന് അറിയത്തില്ല. അതിന് പ്രമുഖമായിട്ടൊരു സീരിയലിന്റെ സെറ്റാണത്. ആ സീരിയലിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ്. അപ്പൊ ഞാനവർക്ക് ഇവരെയൊക്കെ എനിക്കറിയാലോ, അതിനകത്ത് 2-3 പേരെ എനിക്ക് അറിയത്തില്ല, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഞാൻ ഇതിനകത്ത് ആരാണെന്ന് ചോദിക്കാൻ പറ, നമ്മൾ പൈസ കൊടുക്കാൻ തന്നെ പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്കും അറിയണമെന്നുള്ളൊരു ഇതായി. അപ്പം ഉടനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വീണ്ടും ഒരു 500 രൂപ ഇട്ട് കൊടുത്ത് അതിനകത്ത് ആരാണെന്ന് പറയാം എന്ന് പറഞ്ഞു. അടുത്തത് വന്നു 500 രൂപ ഇട്ട് കൊടുത്തു. ഉടനെ ആ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പം ഇന്ന ലേഡിയാണ്, ഇന്ന ലേഡിക്ക് ഇത്ര രൂപ കൊടുത്ത ഇന്ന നൈറ്റ് വരും, ആർട്ടിസ്റ്റ് ആണ്. നോക്കിയപ്പം ഏതോ ഒരു സീനിൽ ഏതോ ഒരു ചെറിയൊരു വേഷം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നവളാണ് പറഞ്ഞത്, ആർട്ടിസ്റ്റ് എന്നുള്ള പേര്. ഈ സാധനമാണ് ഇവിടെ ആർട്ടിസ്റ്റ് എന്നുള്ള പേര്. അപ്പോഴേ ഞാൻ എന്റെ കോർഡിനേറ്ററിനെ വിളിച്ചു, ആ സീരിയലിന്റെ കോർഡിനേറ്റർ നമ്പർ എടുത്തു, ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഇന്ന നമ്പറിലാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരെങ്ങനെ ജീവിച്ചോട്ടെ, എങ്ങനെ ജീവിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഒരു ബാനർ വെച്ച്, ആർട്ടിസ്റ്റ് എന്നൊരു ബാനർ വെച്ചിട്ട് ഇങ്ങനെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തുന്നത്. അത് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. അവരൊക്കെ അവിടെ പ്രശ്നങ്ങളായി. അങ്ങനെയൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത്, സമൂഹം എങ്ങനെയാണ്. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് ഫേക്ക് ആയിട്ടായിരിക്കും ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്നവർ ഇന്നാളെ കിട്ടുമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു വക്കീലിന്റെ ആയിരിക്കും, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും. എല്ലാ മേഖലയിലും ഇവരുടെ പേരും പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സമൂഹമാണ് ഇത്. അപ്പം അങ്ങനെ ജീവിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ ജീവിക്കുന്ന, അതായത് ഞാൻ അങ്ങനെ പിഴച്ച് ജീവിക്കണോ? ആ പിഴച്ച് ജീവിക്കാതെ ഒരാളോ കൂടെ. ഇപ്പൊ സജന പറയുന്നു, ഇപ്പൊ ദുബായിൽ നമ്മൾ പോയി നോക്കാം. ഇപ്പം ദുബായ് എന്നൊരു പേരുണ്ട്. ആ ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ ആ ദുബായിൽ ഒരു പെണ്ണ് സിംഗിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ പറയും അവള് മറ്റേ കാര്യത്തിന് പോയി എന്ന് പറയുന്ന ഒരു കാലം. തീർച്ചയായും ഈ ദുബായി പോകുന്നത് ചിലപ്പം അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളോടെ ആയിരിക്കും. അപ്പം പറഞ്ഞുണ്ടാക്കുന്നത് എന്താ? ചിലപ്പോൾ ദുബായിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ പറയും അവള് പോകുന്നത് മറ്റേ പണി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിനെ വെച്ചിട്ട് ഫെസിപ്പ് ചെയ്ത് പറഞ്ഞ കുറെ അലിഗേഷൻ വരുന്ന ആൾക്കാരുണ്ട്. കുറെ ആർട്ടിസ്റ്റുകൾ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ഇങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ തന്നെ ഞാൻ വിചാരിക്കും എന്താണ് ഈ ലോകം? ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാണ് സമൂഹമുള്ളത്. അപ്പൊ നേരെ തിരിച്ച് സജന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജന തെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരാളുമായിട്ട് ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തോ മറ്റുള്ളവരെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അവിടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ. അപ്പൊ കല്യാണം കഴിച്ച സമൂഹത്തിനോട് കാണിക്കും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, എന്റെ അദ്ദേഹത്തിനോട് അല്ല വേറെ ആരുടെയും കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കാണുമായിരിക്കും. പ്രസവിച്ച് ഞാൻ പാല് കൊടുത്ത് എന്റെ വീട്ടിൽ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? എന്താണ് സമൂഹം? എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള സാധനമാണെങ്കിൽ, എനിക്ക് പറയണമെന്ന് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ പുറത്ത് പറയും. എനിക്ക് അതല്ല എന്റെ തികച്ചും പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇത് പറയണ്ട, എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഫാമിലി എനിക്ക് ഇടാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ഇടത്തിലായിരിക്കാം. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്ത അലിഗേഷൻ പറഞ്ഞുണ്ടാക്കി നമ്മളെ കൊല്ലാപോലെ ചെയ്യരുത്. എന്തൊരു പതിവ്രതയാണ് എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ഉള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം അടച്ചാക്ഷേപിക്കരുത്. പ്രത്യേകിച്ച് എന്നെ, ഇതാള് വേറെയാണ്, നിങ്ങൾക്ക് തെറ്റി, ഞാൻ അത്തരക്കാരിയല്ല. ശരിയാണ്, സിനിമ സീരിയൽ മേഖലകളിൽ സപ്പോർട്ടീവ് ആർട്ടിസ്റ്റുകളായി നടക്കുന്ന വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പല സ്ത്രീകളും ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടി അല്ലറ ചില്ലറ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. 10-500 രൂപയ്ക്ക് മടിക്കുത്തഴിക്കാൻ നടക്കുന്ന ആളല്ല ഞാൻ എന്നുള്ള സന്ദേശമാണ് സജിന ഇവിടെ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സജിന ആരാണ്? ഇപ്പോൾ ഫിറോസ് പുറത്തുവിട്ട രേഖകൾ വെച്ച് നോക്കുമ്പോൾ കോടികളുടെ കളികൾ നടത്തുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള സെറ്റപ്പുകളുമായിട്ട് മാത്രമേ മാച്ചാവുകയുള്ളൂ. വെറുതെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. വ്യക്തി ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും തുടങ്ങിയ ഒരു അലിഗേഷൻ ആണ്, അത് ഇവിടം വരെ എത്തി നിന്നു. അപ്പം ഇതിന്റെ ഇടയിൽ ഈ സജനയുടെ ആ ഒരു അലിഗേഷൻ പോകുന്നതിന്റെ ഇടയിൽ വന്ന വാർത്തകളാണ് 1.5 വയസ്സായ കുട്ടിയെ രണ്ടാനച്ഛൻ കൊന്ന കേസ്. അപ്പോഴും അവരുടെ ഭർത്താവ് മരിച്ച ഇവര് രണ്ടാമത് കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നതാണ് ആ ഒരു കേസ്. അത് മാത്രമല്ല അയാളുടെ ആദ്യ ഭാര്യയുടെ ആൾ ചെയ്ത ക്രൂരത, ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ന്യൂസ് ചാനൽസ് ഇട്ടിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഇട്ടത് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സംസാര വിഷയം ആയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ 19 വയസ്സായ ഒരു പെൺകുച്ചി ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിന് ജനൽ വഴി എറിഞ്ഞു. ആ കൊച്ചെന്തോ ഭാഗം കൊണ്ട് മരിച്ചില്ല. അതാണെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് അല്ലല്ലോ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റും ഇട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ചാനലുകാരെ അല്ല,
ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് അവർക്ക് ജീവിക്കണ്ടേ ശാലു. അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അവർ ആഘോഷിച്ചേനെ. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ, ഇനിയും ഇങ്ങനൊരു സാധനം നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം നടക്കരുതെന്ന് പറഞ്ഞ് അതെടുത്ത് അതെടുത്ത് അവർ പൈസ ഇട്ട് അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച്. എന്തായാലും സജിനെ ഇന്റർവ്യൂ ചെയ്യുവാനെത്തിയത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി നല്ല ഒന്നാന്തരം ഉരുപ്പടിയാണ്. സോഷ്യൽ മീഡിയ വഴി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സജിനയുടെ ലൈഫിലെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ അറിയാവുന്ന തന്റെ കൂട്ടുകാരിയാണ് ഈ ആങ്കർ ആയിരിക്കുന്ന ഷാലു. ഷാലു ശരിക്കും സജിനയെ പൊട്ടിയിട്ട് നല്ല മനോഹരമായി വെള്ളയടിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാനച്ഛൻ 1.5 വയസ്സുകാരനെ കൊന്നതും ഒരു പെൺകൊച്ച് ആശുപത്രിയുടെ കുളിമുറിക്കുള്ളിൽ പ്രസവിച്ച് ജനാല വഴി കുട്ടിയെ വലിച്ചെറിഞ്ഞതും ഒന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യണ്ട. എല്ലാവർക്കും സജിനയെ മാത്രം മതി. അപ്പോൾ സജിന അവരാരും ആർട്ടിസ്റ്റ് അല്ലല്ലോ, ഞാൻ ആർട്ടിസ്റ്റായി പോയില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേട്. താങ്കൾ ആർട്ടിസ്റ്റായി പോയതിൽ ഇവിടെ ആർക്കും യാതൊരു അസ്വസ്ഥതയുമില്ല. നിങ്ങളെ കുറെ തെറി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും നേടുവാനുമില്ല. സമൂഹ മാധ്യമങ്ങൾ ക്രൂരമായി നിങ്ങളെ ആക്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ അഴിഞ്ഞാടി നടന്ന ധാരാളം കഥകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. നിങ്ങൾ പറയുന്നു ചെയ്യാത്ത തെറ്റുകൾക്കാണ് നിങ്ങളെ ജനം ആക്ഷേപിക്കുന്നുവെന്ന്. ചെയ്യാത്ത തെറ്റിനല്ല, ചെയ്ത തെറ്റുകൾക്കാണ്, പിടിക്കപ്പെട്ട തെറ്റുകൾക്കാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മൂകസാക്ഷിയാക്കി നിർത്തി ഒന്നിലധികം പുരുഷന്മാരുമായി ഒരു സ്ത്രീ അഴിഞ്ഞാടുവാൻ പോകുമ്പോൾ അവൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്. ഇതൊക്കെ എവിടെയാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, പ്രശ്നമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരും കൂടെ ജനങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി വിഷയങ്ങൾ ഇട്ടുകൊടുക്കുന്നവരും വിവാദം ഉണ്ടാക്കുന്നവരും ആ വിവാദങ്ങളുടെ നടുവിൽ ഞാൻ 916 ആണ് എന്ന് വാദിച്ച് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുമാകുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായി കാണുന്ന വിഷയങ്ങളെ സമൂഹം ചർച്ച ചെയ്യും. അതിപ്പോൾ ആർട്ടിസ്റ്റുകളോടുള്ള വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ജീവിതം നയിക്കുകയും പല കുടുംബങ്ങളെയും തകർത്ത് പല കുഞ്ഞുങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ സമൂഹം പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് മരിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനായിരുന്നു. കാരണം ഇതൊക്കെ കേട്ട വലിച്ചു കയറിയപ്പോ എല്ലാം ചെയ്യുന്നുണ്ട്. ലീഗൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കി നിയമം തന്നെ, നമ്മുടെ നിയമങ്ങളുണ്ടല്ലോ ഇവിടുത്തെ അവരുടെ ഇതെടുക്കാനുള്ളത്. ഇപ്പം ഓൺലൈൻ മീഡിയക്കാര് ഇങ്ങനെ സജന എന്ന് പറയുന്ന വ്യക്തിനെ വലിച്ചു കയറിയപ്പോ എന്താണ് സജനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? സത്യം പറഞ്ഞ ശാലു, ആ ഒരു നിമിഷം സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് മരിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനായിരുന്നു. കാരണം ഇതൊക്കെ കേട്ടപ്പം ഉള്ളതാണെങ്കിൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്. നമ്മളെ ലൈഫിൽ എന്ത് നമുക്ക് ഉള്ളത് പറയുമ്പോൾ ഉള്ളിലൊരു സ്ട്രോങ് ആയിരിക്കും. ഉണ്ടായിട്ടാണല്ലോ. എല്ലാ കഥകൾ കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ, എന്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. വീണ്ടും പറയുന്നു ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെന്ന്. സ്വാഭാവികമാണ്. ഇല്ലാ കഥകളൊക്കെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അപവാദങ്ങൾ കേൾക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പലരും ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇപ്പോഴും സജിന അവിടെ വന്ന് അങ്ങനെ ഞെളിഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇല്ലാ കഥകളല്ല എന്നുള്ളതാണ്. ഫിറോസിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഇനി സമൂഹം ഉറ്റുനോക്കുന്നത് ഫിറോസ് പുറത്തുവിട്ട ഈ തെളിവുകളോട് സജിന എന്തൊക്കെയാണ് തിരിച്ചു മറുപടി പറയുവാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ടുള്ള നിഷേധിക്കുവാൻ കഴിയാത്ത ഡിജിറ്റൽ എവിഡൻസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനോട് സജിന എന്തു മറുപടി പറയും? അതോ മുൻപേ പറഞ്ഞതുപോലെ ജീവിതം വേണ്ട എന്ന് വെക്കാനുള്ള കുറുക്കു വഴി അത് തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഫിറോസിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒരു 2-3 വീഡിയോകളായിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോയിൽ താൻ പുറത്തുവിട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പരാമർശിക്കുന്നത്. അടുത്ത വീഡിയോകൾ പിന്നീട് വരുന്നതായിരിക്കും. ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്.
അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ലല്ലോ. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്? നീ തന്നെയാണ് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്താ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലത് മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡാ. എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കൊള്ളാം. ഇത്രയൊക്കെ പുകിലുകൾ ഉണ്ടാക്കിയിട്ടും ഫിറോസ് മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഉടായിപ്പും അയാൾ പുറത്തുവിടില്ല, വായിൽ പഴവും ഇട്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ അയാളുടെ വഴിയിൽ കൂടെ തന്നെ നടന്നോളും എന്നുള്ള ചിന്തയായിരുന്നു സജ്ജനയ്ക്ക് അമിത ആത്മവിശ്വാസം നൽകിയത്. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഓൺലൈൻ മീഡിയയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് താൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്നും താൻ 916 ആണെന്നും ഒക്കെയുള്ള രീതിയിൽ വെച്ചങ്ങോട്ട് അലക്കിക്കൊടുത്തത്. പക്ഷേ ഫിറോസ് ഇത്രയും വലിയൊരു കുരുത്തക്കേട് കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും സജ്ജന പ്രതീക്ഷിച്ചിരുന്നില്ല. അവിഹിത കഥകളുടെ കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കഥകൾ ഒരു മാലപ്പടക്കം പോലെ അയാൾ പൊട്ടിച്ചു. സത്യത്തിൽ ഇക്കണ്ട കാലമൊക്കെയും അയാൾ എത്രമാത്രം സഹിച്ചു കാണും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്. മറ്റുള്ളവർ പ്രതികരിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി കടന്നു പ്രതികരിക്കുകയും ദേഷ്യം കൺട്രോൾ ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ കൊന്നുകളയാതിരുന്നത് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് ജീവന് തുല്യം അങ്ങ് സ്നേഹിച്ചു പോയി എന്നാണ്. ഈ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് വിശ്വാസവഞ്ചനയുടെ ഒരു ലാഞ്ചനയെങ്കിലും പങ്കാളിയുടെ ഭാഗത്ത് വെളിപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ
ഈ വെടിക്കഥകളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും പിന്നെയും സ്നേഹിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ജനിച്ചുപോയ കൊച്ചിനെ ഓർത്ത് സഹിച്ചതാകാം ഫിറോസ്. എന്തായാലും ഇത്രയുമൊക്കെ കേട്ട സ്ഥിതിക്ക് അക്കമിട്ട് നിരത്തുന്ന ആ വെടിവെപ്പ് കഥകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത. ഞങ്ങൾ ഏകദേശം ഞാനും സജിനയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചർ സ്പേസിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞ് എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി, നല്ല അടുപ്പമായിട്ട്. ഞാനങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവളെ ഞാൻ കാണുന്നു. അങ്ങനെ ആ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2 വർഷവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന് 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജിനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാനും സജിനയെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു, സജിന ഇങ്ങനെ, കാരണം എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീടിന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ ഇത് എങ്ങനെയുണ്ട്, പിന്നെ സജിനയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാഷ്വലി ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോണൊന്ന് കട്ട് ചെയ്യുക, ഫോണിൽ വിളിച്ച് ചോദിച്ചത്. ഞാൻ തിരിച്ച് പറയാൻ തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജിനയെ അവരുടെ വീട്ടിൽ പോയിട്ട്, സജിനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞു അവൾക്കൊരു ജീവിതം കിട്ടിട്ട് നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജിനയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവൾ പല രീതികളുടെ അഭിനയിക്കുന്നു, എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു ബേഡൻ, തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്
കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ ഈ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്. ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ ചെയ്യാൻ. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്തൊരു അവസ്ഥയുണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് ആ തയ്യാറാക്കിയത്. വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു. ട്രെയിനിൻ്റെ ആംബിയൻസ് അതിനകത്ത് മറ്റേ വടേ എന്നൊക്കെയുള്ള സൗണ്ട്. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട് ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാവുക. പക്ഷേ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്. നജീബിക്ക എന്നെ കാറിൽ നിൽക്കുമെന്നോ എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ വന്നിട്ട് ആംബിയൻസൊക്കെ ഞാൻ കേട്ടില്ലേ? അത് നജീബിക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ, ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിനിൻ്റെ ആംബിയൻസ്. യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണ് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്കൂടെ വടേ എന്ന് പറഞ്ഞാണെന്ന്. അപ്പോൾ എന്നെ ബഫൂണാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസറെ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അഭിനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചു പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവന് പേടിയായിട്ട് ഞാനിവനെ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്കങ്ങ് നല്ല ധൈര്യം. അവൾക്ക് എന്ത് വന്നാലും ഇനി കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയും അങ്ങനെ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവളെ പറക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിരുന്ന ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ജയൻ. ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഒരാളെയും കൂസാക്കാത്ത ഈ സജിനയെ പോലെ തന്നെ മറ്റൊരു ലേഡിയാണ്. വാല്യൂസ് എന്തെന്നറിയാത്ത, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതേ ക്യാരക്ടറുള്ള സജിനയെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കൂട്ടായിട്ട് പിന്നെ ഇവർ ഈ ലേഡീസ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പം ഈ യാത്ര പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസമേ കഴിഞ്ഞിട്ടേ വരത്തില്ല. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുകയാണ്. സജിനയടുത്ത് പറഞ്ഞാൽ പിന്നെ സജിന കേൾക്കില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഒരു ഉമ്മ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് എന്ത് പറയുമ്പോഴും ഇവൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടി കഴുത്തിലൊക്കെ കത്തിയൊക്കെ എടുത്തു അവളുടെ തന്നെ. എന്നിട്ട് അത് ഒന്നാമതിൽ കൈ മുറിച്ചതിൻ്റെ പാനിക്കായിട്ട് ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവൾ ഇങ്ങനെ കഴുത്തി കത്തിയടിച്ച് കാണിക്കും, ഇവൾ ഒച്ചത്തിൽ കിടന്ന് കൂവും. അപ്പം വീടിന് തൊട്ടടുത്ത് തന്നെ പരിസരത്തൊക്കെ ആളുണ്ടായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ് അവരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഉച്ചത്തിൽ തെറി വിളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഒരു വയലൻറ്റ് സ്റ്റേജ് കാണിക്കും. ഒരു ഭ്രാന്ത് വന്ന അവസ്ഥ പോലെയൊക്കെ കാണിച്ച് ഇവളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയെ ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറയും ഇവളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുമ്പോഴും അവൾ പറയുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നതാണ്, എനിക്ക് അങ്ങനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ കയ്യിലുണ്ട്. ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്. ഹെവി ടീമുകളോട്ടാണ്. എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജിനെ, അവരെ കൂടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ്സിങ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവൾക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി. അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അത് ഞാൻ പിടിക്കുന്നു. ഇവനെ പല പ്രാവശ്യങ്ങളിൽ വിളിക്കുന്നു. ഇവൻ്റെ നാട്ടിൽ പോയിട്ട് ഇവനെ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവളൊരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിലേറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കണ്ടാകെ
റിട്ടയർഡ് ആയിരിക്കുക. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഇവള് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ ആ രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവള് പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാനും അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടുന്നില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കഴുത്തി കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് ഈ കോഴിക്കോട്ട് പോകണം. ഇപ്പം നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തൂടെയെന്ന് ചോദിക്കും. പക്ഷേ അത് ആ സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താറ് വണ്ടിയായിരുന്നു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനകത്തിരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോവുകയാണെന്ന് എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പം മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറൊരാളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. അങ്ങനെ ഈ മാനുവിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നേരെ ലക്ഷ്മി, അതിനിടയ്ക്ക് ഗൾഫിൽ ഇവർ പോകുന്നുണ്ട്. ഇവൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവൾക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇവരെ കുട്ടികൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇവർ പല ഇല്ലീഗൽ പരിപാടികളും നടത്തുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം അത് ഇടുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ ഈ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണെന്ന് തോന്നുന്നു, അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്നൊരു സക്കീർ, ഒന്ന് ജാഹിദ്. ഇവർ ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന, എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ബെൻസർ. ഈ ബെൻസറിനെ കുറിച്ച് പല അലിഗേഷൻസും അവിടെ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇവർ 3 പേർക്കൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം നമുക്ക് നാളെ ഒരു ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാതെ വായിത്ത് വന്ന് വിളിച്ചു പറയുകയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. ഷബാന എന്ന് പറഞ്ഞ ലേഡിയായിട്ട് പോകുന്നു. ഈ ഷബാനയൊക്കെ ഈ മാനുവിൻ്റെ ഇവരുടെ ഗ്യാങ്ങിലെ ഫ്രണ്ടാണ്. ഈ ഷബാനയുടെ ഒരു ബോയ് ഫ്രണ്ടും അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ടുമായിട്ട് ഇവർ റൂം എടുത്ത് 4 പേർ കൂടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളും ഇതിനിടയിൽ കൂടെ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അറിയും. എങ്ങനെയെങ്കിലും എന്നിലേക്ക് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എന്തായാലും എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ദുബായിൽ ഇവരുടെ ഓരോ പ്രോഗ്രാം, അവിടെ ഉള്ള സംഭവങ്ങൾ, ഇതെല്ലാം നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനെങ്ങാണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കുക എന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ, ഒറ്റിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാം പുറത്തു വന്നു. സകല കള്ളക്കഥകളെയും പൊളിച്ചടുക്കി, സകല ന്യായീകരണങ്ങൾക്കും പൂട്ടുവീണു. ഇനിയിപ്പോൾ എങ്ങനെ സജന ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് കാണേണ്ട കാര്യം. എന്തായാലും സജനയുടെ ചില ന്യായീകരണങ്ങൾ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് കേട്ടിട്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കാം. ഇമോഷണൽ ആവുന്നതാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് എൻ്റെ മക്കളും എൻ്റെ ഫാമിലീസും എൻ്റെ ഫാമിലീസാണ് എനിക്ക് വലുത്. പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലാണ് ഇനി വരുന്നതെങ്കിൽ എൻ്റെ തെളിവ് സഹിതം പലതും ഉണ്ട്. ഞാനങ്ങ് വലിച്ച് കീറും ഷാലോ. പിന്നെ ഞാൻ ലീഗൽ വശം പോകുന്ന മൂവ് ചെയ്യുന്നത്, ലീഗലായിട്ട് മൂവ് ചെയ്താൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ കൊടുക്കട്ടെ. പക്ഷെ അതും കഴിഞ്ഞിട്ട് വേറെ രീതി വരാനാണെങ്കിൽ ഈ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്.